ഇസ്രായേൽ സംഘർഷം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാനാകട്ടെ ഹോർമൂസ് കടലിടുക്ക് ലക്ഷ്യം വെക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഈ ആശങ്ക ഏറ്റവും കൂടുതലായി തന്നെ ഇന്ത്യക്ക് ഉയരുകയാണ്. ഇന്ത്യയിലാണ് ഈ ഒരു ആശങ്ക അതിരൂക്ഷമായി തന്നെ ഇപ്പോൾ ഉയരുന്നത്. ഇറാനും അമേരിക്ക ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള സംഘർഷം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വിതരണത്തിൽ കൂടുതൽ ആശങ്ക ഉയർത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോകത്തെ പ്രധാന എണ്ണപാതയായ ഹോർമൂസ് കടലിടുക്ക് അത് അടയ്ക്കപ്പെട്ടാൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ആ ഒരു പകുതിയോളം തടസ്സപ്പെടുമോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അവിടെ അടയ്ക്കപ്പെട്ടാൽ മറ്റു വഴികളിലൂടെ തന്നെ എണ്ണ എത്തിക്കാൻ ഇന്ത്യ ശ്രമം നടത്തിയേക്കുമെന്നും സൂചനകൾ പുറത്തുവരുന്നു. സൗദി അറേബ്യയുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ അതേപോലെ അതായത് ചെങ്കടൽ വഴി, അതുപോലെ തന്നെ UAE അബുദാബിയുടെയും ഒക്കെ തന്നെ ക്രൂഡ് ഓയിൽ ഇവിടേക്ക് എത്തിക്കുമോ അല്ലെങ്കിൽ ഇവരുടെ സഹായങ്ങൾ ഇവർ തേടുമോ എന്നതാണ് ഇപ്പോൾ മറ്റൊരു ചോദ്യചിഹ്നമായി മാറുന്നത്. എന്നാൽ ഇത്തരം പൈപ്പ് ലൈനുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന എണ്ണയുടെ അളവിന് പരിമിതികളുണ്ട് എന്നും ഉൽപ്പാദകരുടെ തീരുമാനങ്ങൾക്കും വാണിജ്യ കരാറുകൾക്കും അനുസരിച്ച് മാത്രമേ ഇത് ഇന്ത്യക്ക് ലഭ്യമാകൂ എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് പ്രതിസന്ധിയുടെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെങ്കിൽ പോലും പൂർണ്ണമായൊരു പരിഹാരമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണത്തിന് തടസ്സമുണ്ടായാൽ അത് ഗൗരവപരമായ സാഹചര്യം സൃഷ്ടിക്കും. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലച്ചേക്കാമെന്നും ഇവിടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മുൻപും ഈ പ്രദേശമാകട്ടെ പലതവണ ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇത് പൂർണ്ണമായും തടസ്സപ്പെട്ടില്ല എങ്കിൽ പോലും ടാങ്കറുകൾക്കുള്ള ഇൻഷുറൻസ് ചെലവ് വർദ്ധിപ്പിക്കുകയും കപ്പൽ ഗതാഗതം അവിടെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നത് എണ്ണവിലയെ സാരമായി ഇവിടെ ബാധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ ഇതിനോടായി തന്നെ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഒരു ഇടുങ്ങിയ ജലപാതയ്ക്ക് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വീതിയുള്ള ഭാഗത്ത് വെറും 33 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. എന്നാൽ ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിൻ്റെ 1/5 ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. 2025 കണക്കുകൾ പ്രകാരം പ്രതിദിനം ഏകദേശം 1.3 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഈ കടലിടുക്കിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ് അതേപോലെ UAE തുടങ്ങിയ പ്രമുഖ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ തങ്ങളുടെ കയറ്റുമതിക്കായി തന്നെ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ പാതയാണ്. അതേപോലെ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ കടന്നു പോകുന്ന ക്രൂഡ് ഓയിൽ ആകട്ടെ അത് LNG എന്നിവയുടെ 80% ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് എത്തുന്നത്. അതിൽ തന്നെ ഈ പാതയിലെ ചെറിയൊരു അസ്ഥിരത പോലും അവിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ തന്നെ നേരിട്ട് ബാധിക്കുന്നു. എണ്ണവില വർദ്ധിക്കുന്നത് ഓഹരി വിപണികളെ അവിടെ തളർത്തുന്നതിനോടൊപ്പം തന്നെ ഇറക്കുമതി ചെലവ് കുത്തനെ ഉയർത്തുവാനും കാരണമായേക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ പോലും ഇതേ സ്ഥിതി വളരെ ഗുരുതരമാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതാകട്ടെ എണ്ണ വിതരണത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയും അതുമൂലം എണ്ണവില കുതിച്ചുയരുവാനും സാധ്യതയുണ്ട് എന്നതാണ് ഇവിടെ വിദഗ്ധർ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇറാൻ ഇപ്പോഴും ലോകത്തെ മുൻനിര എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ 1-ാം സ്ഥാനത്താണ് ഇവർ എത്തി നിൽക്കുന്നത്. 1974 ഇറാനിലെ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 6 ദശലക്ഷം ബാരലിലേക്ക് എത്തും എന്നതാണ് ഗ്ലോബൽ റിസർച്ച് മാനേജ്മെന്റ് അനലിറ്റിക്സ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ കണക്കനുസരിച്ചുകൊണ്ട് ഇന്ന് രാജ്യത്തിന്റെ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 3.1 ദശലക്ഷം ബാരലിന് അടുപ്പിച്ചാണ്. ഉപരോധങ്ങൾ രാജ്യത്തെ എണ്ണ ഉൽപ്പാദനത്തിന് തടസ്സമുണ്ടായിട്ടുണ്ട്. എന്നിട്ടും പ്രതിദിനം 1.3 ദശലക്ഷം മുതൽ 1.5 ദശലക്ഷം ബാരൽ വരെ എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ 80%-ലധികവും ചൈനയിലേക്കാണ് പോകുന്നത് എന്നതാണ് ഇവിടെ മറ്റൊരു വിലയിരുത്തലായി തന്നെ എടുത്തു പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.